നമസ്കാരം. ഇപ്പോൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളുണ്ടല്ലോ. എവിടെയാണെങ്കിലും അല്ലേ, സോഷ്യൽ മീഡിയയിലാണെങ്കിലും പത്രങ്ങളിലാണെങ്കിലും ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ തങ്ങളുടെ പ്രിയപ്പെട്ട വാഹനങ്ങൾ വർക്ക്ഷോപ്പുകളിൽ കിടന്ന് നശിക്കുന്നത് കണ്ട് സങ്കടപ്പെടുന്ന വാഹന ഉടമകൾ. കാർബറേറ്റുകളും ഫ്യൂവൽ പമ്പുകളും പ്ലാസ്റ്റിക് പോലെ അലിഞ്ഞു പോകുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. നിങ്ങൾ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ടോ? ഇതൊരു സാധാരണ തകരാറല്ല സുഹൃത്തുക്കളെ, മറിച്ചൊരു ഭരണകൂടം തങ്ങളുടെ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഏറ്റവും വലിയ പകൽ കൊള്ളയുടെ ബാക്കി പത്രമാണ്. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് E10, E20, ഇപ്പോൾ ഇതാ E85 എന്ന പേരിലേക്ക് വരെ നീളുന്ന എഥനോൾ കലർത്തിയ പെട്രോളിനെ കുറിച്ചാണ്. സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തികഞ്ഞ അനാസ്ഥ, മർക്കടമുഷ്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഏറ്റവും പുതിയ വാഹനങ്ങളിൽ എഥനോൾ അല്ലെങ്കിൽ ഈ ഒരു എഥനോൾ പെട്രോളിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് വാഹന കമ്പനികൾ പറയുന്നത്. മാരുതിയെ പോലെയുള്ള കമ്പനികൾ സർക്കാരിന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പക്ഷേ സാങ്കേതികമായി ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരവധി ഓട്ടോമൊബൈൽ വിദഗ്ധർ തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ശുദ്ധമായ 1 ലിറ്റർ പെട്രോൾ കത്തുമ്പോൾ ലഭിക്കുന്ന ഊർജത്തെക്കാൾ ഏകദേശം 30% കുറവാണ് എഥനോൾ കലർത്തുമ്പോൾ ലഭിക്കുന്നത്. ഇതിനർത്ഥം എന്താണ്? നമ്മൾ പമ്പ് ചെയ്യുന്നത് ഇന്ധനമല്ല, മറിച്ച് 30%-ഓളം പവർ കുറഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിൽ പവർ കുറച്ച് മാത്രം തരുന്ന ഒരു തരം ദ്രാവകമാണ്. നമ്മുടെയൊക്കെ സ്വന്തം അനുഭവങ്ങൾ തന്നെയല്ലേ ഇതിന് ഏറ്റവും വലിയ തെളിവ്. യാത്രകൾക്കിറങ്ങുമ്പോൾ കൂടെ കൂട്ടാറുള്ള ബൈക്കുകൾ നിങ്ങൾ വെറുതെയെങ്കിലും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, പഴയ പോലെ മൈലേജ് ഉണ്ടോ? ഞാൻ ഉപയോഗിക്കുന്ന ബുള്ളറ്റിന് ഇപ്പോൾ അത്രയും മൈലേജ്, പഴയ പോലുള്ള മൈലേജ് ലഭിക്കുന്നില്ല. എന്തായാലും കാറുകളിലാണെങ്കിലും നമുക്ക് 20 കിലോമീറ്റർ കിട്ടേണ്ടിരുന്നിടത്ത് ഇപ്പോൾ 12-14 കിലോമീറ്ററുകളിലേക്ക് പോയി മറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിലൊന്നും വ്യത്യസ്തത അനുഭവപ്പെടുന്നില്ല. ഈ ബലനെ പോലെയുള്ള കാറുകളിൽ 20ഉം 22 കിലോമീറ്റർ കിട്ടും. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്നത് നമുക്കിപ്പോൾ 14-15 അത് കൃത്യമായി മീറ്റർ കൺസോളിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു സംഗതി പോകുന്നേ ഇല്ല. പിക്കപ്പ് ആണെങ്കിൽ വളരെയേറെ കുറവും നമുക്ക് അനുഭവപ്പെടുന്നു. ഒരേപോലെ പണം കൊടുത്ത് നമുക്ക് ലഭിക്കുന്ന ഇന്ധനത്തിൽ നിന്ന് ലഭിക്കുന്നത് നഷ്ടം മാത്രമാണ്. മൈലേജിന്റെ കാര്യം പോട്ടെ എന്ന് വെക്കാം, പക്ഷെ വാഹനത്തിന്റെ ജീവനായ എഞ്ചിന്